എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്ന സാറ്റലൈറ്റ് സി ബാൻഡ് 2 സാറ്റലൈറ്റാണ് പരിചയപ്പെടുത്തുന്നത്. ആ 2 സാറ്റലൈറ്റിൻ്റെ പേര് ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. രണ്ട് സാറ്റലൈറ്റും ഒരുമിച്ച് ട്രാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് 6 ഫീറ്റ് ഡിഷിൽ. സെൻട്രൽ കൊടുത്തിരിക്കുന്ന LNB 87. ഇത് 87 സെൻട്രൽ കൊടുത്തിരിക്കുന്നത്. അഡീഷണൽ കൊടുത്തിരിക്കുന്നത് 83 ഡിഗ്രി. സാധാരണ LNB ഫിറ്റ് ചെയ്യുന്നത് വടക്ക് ഭാഗത്തേക്കാണ് LNB ഫിറ്റ് ചെയ്യുക. ഞാൻ സെൻട്രൽ കൊടുത്തിരിക്കുന്ന LNB ഓപ്പോസിറ്റാണ് ചെയ്തിരിക്കുന്നത്. സെൻട്രലിലെ LNB 0യുടെ ഭാഗം തെക്ക് ഭാഗത്തേക്കാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. തെക്ക് ഭാഗത്തേക്കാണ് 0യുടെ ഭാഗം വെച്ചിട്ടുള്ളത്. കാരണം ഈ 2 LNBയുടെ ഫ്രണ്ട് ഭാഗവും കൂടി ടച്ച് ചെയ്യും. ഇത് അതേപോലെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ കേപ്പ് ഉണ്ടാവില്ല. അത് സിഗ്നലിനെ ബാധിക്കുന്നുണ്ട് എനിക്ക് 6 ഫീറ്റിൽ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ക്ലാമ്പ് ഞാൻ ഈ LNB ഇറക്കി വെക്കാൻ പറ്റുന്ന രൂപത്തിൽ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതിന് മാത്രം സ്കാലറിങ് കൊടുത്തിട്ടുണ്ട് 83-ന്. ക്ലാമ്പ് ചെയ്ത LNB 83 ഡിഗ്രി. അത് വടക്ക് ഭാഗത്തേക്കാണ് 0യുടെ ഭാഗം വെച്ചിട്ടുള്ളത്. ഈ ഒരു LNB സെൻട്രൽ കൊടുത്തിരുന്ന LNB മാത്രമാണ് തിരിച്ചു വെച്ചിട്ടുള്ളത്, തമ്മിൽ ടച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. LNB തമ്മിലുള്ള അകലം 1 സെൻറ്റിമീറ്റർ. അഡീഷണലായിട്ട് കൊടുത്തിരിക്കുന്ന 83 ഡിഗ്രി. അതിൻ്റെ കൂടെ ഞാനൊരു സ്കാലറിങ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ 4% കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന ഡിഷിൻ്റെ ഫ്രണ്ട് ഭാഗത്തുനിന്ന്. അഡീഷണൽ ക്ലാമ്പ് ചെയ്യുമ്പോൾ കിഴക്ക് ഭാഗത്തേക്കാണ് LNB വെക്കേണ്ടത്. നിങ്ങൾ ഡിഷിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നിങ്ങളെ വലത് കൈൻ്റെ ഭാഗത്തേക്കായിട്ടാണ് LNB വെക്കേണ്ടത്. അഡീഷണൽ LNB 87-ൻ്റെ ചെരിവ്. ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് 18 സെൻറ്റിമീറ്റർ. ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നതാണ് 18 സെൻറ്റിമീറ്റർ. സെൻറ്റർ LNB ഫോക്കസ് ചെയ്തതിൻ്റെ ചെരിവാണ് പറയുന്നത് 18 സെൻറ്റിമീറ്റർ. ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ഡിഷിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ്. ബാക്ക് സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 60 സെൻറ്റിമീറ്റർ ഡിഷ് ഫ്രണ്ട് ഭാഗത്തായിട്ട് കാണുന്നത്. അത് വീഡിയോയുടെ ഡയറക്ഷനിലാണ് വെച്ചിരിക്കുന്നത്. അതേ ദിശയ്ക്കാണ് നമ്മൾ ട്രാക്ക് ചെയ്തിരിക്കുന്ന 87 ഡിഗ്രിയും ട്രാക്ക് ചെയ്യേണ്ടത്. ചെറിയൊരു മാറ്റമേ ഉള്ളൂ, 1 ഡിഗ്രിയുടെ മാറ്റമേ ഉള്ളൂ. ഇപ്പോൾ ഇതേ ഭാഗത്തേക്കായിട്ട് നിങ്ങൾ ഡിഷിൻ്റെ ഫ്രണ്ട് ഭാഗം വയ്ക്കുക. സെൻറ്റർ കൊടുത്തിരിക്കുന്ന LNBയുടെ സിഗ്നൽ സോളിഡ് മീറ്ററിൽ ചെക്ക് ചെയ്യാം. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ട്യൂണിങ് കാണിക്കാം. ട്യൂണിങ് കംപ്ലീറ്റ് ട്യൂണാണെന്ന് കാണിക്കുന്നില്ല. 87-ൻ്റെ സ്ട്രോങ് TP 37-58, വെർട്ടിക്കൽ 20-82, 62% സിഗ്നൽ കിട്ടുന്നുണ്ട്. ഈ TP വെച്ചിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. അടുത്ത TP 41-40, വെർട്ടിക്കൽ 28-800, 58% കിട്ടുന്നുണ്ട്. കേബിൾ കൊടുത്തിരിക്കുന്നത് ഡൈസിക്കിലാണ്. 1ാമത്തെ പോർട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. സെറ്റ് ടോപ്പ് ബോക്സിന് ട്യൂണിങ് ചെയ്യാം. അഡീഷണൽ കൊടുത്തിരിക്കുന്ന 83 ഡിഗ്രിയുടെ സിഗ്നൽ ചെക്ക് ചെയ്യാം. 83-ൻ്റെ സ്ട്രോങ് TP 39-50, ഹൊറിസോണ്ട് 36-71, 65% സിഗ്നൽ കിട്ടുന്നുണ്ട്. വെർട്ടിക്കൽ കൂടുതൽ സിഗ്നൽ കിട്ടുന്ന TP ആണ്. 40-73, 95-99, 66% സിഗ്നൽ കിട്ടുന്നുണ്ട്. മനോരമൻ്റെ TP 59% കിട്ടുന്നുണ്ട്. 61-ലേക്കും വരുന്നുണ്ട്. കേരള വിഷൻ്റെ TP 61%. 83-ൻ്റെ കേബിൾ കൊടുത്തിരിക്കുന്ന ഡൈസിക്ക് 2-ലാണ്. ഇനി സെറ്റ് ടോപ്പ് ബോക്സ് ട്യൂൺ ചെയ്ത് നോക്കാം.
2 സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്ത ട്യൂണിങ്ങും സിഗ്നലൊക്കെ നിങ്ങൾ കണ്ടു. ഇതേപോലെ നിങ്ങൾ ട്രാക്ക് ചെയ്ത് നോക്കുക. ഈ വീഡിയോനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാം, വാട്സപ്പിൽ വോയിസ് അയക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.